മുണ്ടക്കൈ ചൂരന്മല ദുരന്ത ബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് വീടുകളിൽ വിള്ളലെന്ന വിവാദത്തിനിടെ മന്ത്രി കെ രാജൻ സ്ഥലത്ത് നേരിട്ടെത്തി. വിള്ളലിൽ നിന്നും വെള്ളം കിനിഞ്ഞ പാടെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. അതേസമയം പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടൗൺഷിപ്പിന് മുന്നിൽ പ്രതീകാത്മക കുടിൽ കെട്ടി സമരം നടത്തി. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞിറങ്ങിയ പാടുകൾ കാണാമെന്ന് മന്ത്രി കെ രാജൻ സമ്മതിച്ചെങ്കിലും വീടുകളിൽ വിള്ളൽ ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ഇതിനൊപ്പം വീടുകൾ ഇതുവരെ ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടില്ലെന്നും പട്ടയം മാത്രമാണ് നൽകിയതെന്നും മന്ത്രി വ്യക്തമാക്കി. പട്ടയം അവരുടെ വീടിന്റെ ഉടമസ്ഥതയാണ് കൈമാറിയിട്ടുള്ളത്. വീട് കൈമാറിയതിനു ശേഷം പ്രശ്നമുണ്ടായാൽ കരാർ പ്രകാരം ഊരാളുങ്കൽ സൊസൈറ്റി നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് OJ ജനീഷിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ ടൗണിലെത്തി വിള്ളലുണ്ടായ വീട് സന്ദർശിച്ചു. സർക്കാർ ഭൂകമ്പ പ്രതിരോധ ശേഷിയുള്ള വീടുകളാണെന്ന് അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യത്തിൽ വിള്ളലുകളും പ്രശ്നങ്ങളും മറയ്ക്കാനുള്ള ശ്രമമാണെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ഈ കടുത്ത കൊടും വേനലിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസികമായ തകരാറ് സംഭവിച്ചു? ഈ മന്ത്രി എങ്ങനെ ഇറേസ് ചെയ്താൽ ഇല്ലാതാകുന്നതാണോ ഇതിന്റെ വാർക്കയുടെ മുകളിലുണ്ടായ ഈ വിള്ളലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ക്രാക്കോ? മന്ത്രിയുടെ സന്ദർശനത്തിൽ സംതൃപ്തിയില്ലെന്നും വിള്ളൽ കണ്ടെത്തിയതിൽ ആശങ്കയുണ്ടെന്നും വീടിന്റെ ഉടമ നൌഫൽ പറഞ്ഞു. മെയ് 20 ആകുമ്പോഴത്തേക്ക് കിട്ടുന്നില്ല, യാതൊരു പ്രതീക്ഷ എനിക്കില്ല. ടൗൺഷിപ്പ് നിർമ്മാണത്തിലെ ഗുണമേന്മയെ ചൊല്ലിയ വിവാദം രാഷ്ട്രീയമായി ചൂടുപിടിക്കുമ്പോൾ ദുരന്തബാധിതരുടെ ആശങ്കകൾക്കുള്ള മറുപടി സർക്കാർ നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. റിപ്പോർട്ടർ, വയനാട്.